ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ബൈ ഗോഡ്സ് ഗ്രേസ് നമ്മുടെ ഷാമ്പു റെഡി ആയിട്ടുണ്ട്. ഇത്രയും നേരം ഈ ഷാമ്പു ഉണ്ടാക്കുമായിരുന്നു. ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് എത്തിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചത് ഇതൊരു ഹിബിസ്കസ് ഷാമ്പു മാത്രമായിട്ട് ഇറക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം നമ്മുടെ ഹെയറിന് ഒരുപാട് പേർക്ക് എന്താ പറയുക, ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂ ഉണ്ട്, ഇച്ചിങ്ങിൻ്റെ പ്രശ്നമുണ്ട്. ഇപ്പോൾ ചൂടൊക്കെ ആയിട്ട് ഭയങ്കര തലച്ചൊറിച്ചിലും ഇച്ചിങ്, സ്കാൽപ്പിൽ ഒരുപാട് ഇഷ്യൂസ് ഉള്ളവരുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എല്ലാം കൂടി ചേർത്തൊരു ഷാമ്പു ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഇതിനകത്ത് ഹിബിസ്കസ് ചേർത്തിട്ടുണ്ട്, നമ്മുടെ നീം പൗഡർ ചേർത്തിട്ടുണ്ട്, ഭൃംഗരാജ് പൗഡർ ചേർത്തിട്ടുണ്ട്, റോസ്മേരി പൗഡർ ചേർത്തിട്ടുണ്ട്, റോസ്മേരിയുടെ അത് ചേർത്തിട്ടുണ്ട്, റോസ്മേരി പൗഡർ ചേർത്തിട്ടുണ്ട്, അംല പൗഡർ ചേർത്തിട്ടുണ്ട്, കൈതോന്നിയുടെ പൗഡർ ഉണ്ട്. അങ്ങനെ ഒത്തിരി ഹെർബ്സ്, എന്താ പറയുക, നമ്മുടെ മെഡിസിനലായിട്ടുള്ള ഹെർബ്സ് ചേർത്തിട്ടുള്ളൊരു ഷാമ്പു ആണിത്. കണ്ടോ, ഇങ്ങനെ നല്ലൊരു ബോട്ടിലാണിത് വരണേ. 100 ml ആണ് ബോട്ടിൽ. ഓക്കെ, ഞാനിത് 200-നാണ് ഇറക്കാമെന്ന് വിചാരിക്കണം. 250-ൽ ഇറക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ എന്തോ എനിക്ക് തോന്നി അത്രയും അങ്ങോട്ട് വേണ്ട, 200 മതി, എല്ലാവർക്കും വാങ്ങാൻ പറ്റട്ടെ. എണ്ണ വാങ്ങിക്കുന്നവർക്ക്, എണ്ണയും ഈ ഷാമ്പുവും കൂടി വാങ്ങിക്കുന്നവർക്ക് തീർച്ചയായും അതിലൊരു ഓഫർ ഉണ്ടാവും. ഓക്കെ, അത് ഞാൻ വാങ്ങുന്ന സമയത്ത് ഞാൻ പറയാം. പിന്നെ നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ഫസ്റ്റ് തിങ് ഹിബിസ്കസ് ആണ്. അറിയാമല്ലോ, ഹിബിസ്കസ് നമ്മുടെ ചെമ്പരത്തി പൂവാണ്. ഹിബിസ്കസിൽ നമുക്കറിയാം അതിനകത്ത് റിച്ച് ഇൻ അമിനോ ആസിഡ്സ് ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്. അപ്പം നമ്മുടെ ഹെയർ റൂട്ട്സിനെ, അത് ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും, നമ്മുടെ ഫോളിക്കിൾസിനെ അത് സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പം നമ്മുടെ മുടി അങ്ങനെ നല്ലോണം വളരാൻ നമ്മളെ സഹായിക്കും. പിന്നെ വരുന്ന അതാണ് നമ്മുടെ ഹെയർ ലോസ്. എല്ലാവരുടെയും മെയിൻ ഒരു ഇഷ്യൂ ആണ് ഹെയർ ലോസ് ഉണ്ടാകുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ ചൂട് സമയത്ത്, ചൂട് കാരണം നല്ലോണം മുടി കൊഴിച്ചിലുണ്ട്, സ്പ്ലിറ്റൻസ് ഉണ്ട്, മുടി ഇങ്ങനെ ഒത്തിരി ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയർ. ഈ വെയിലത്തൊക്കെ ഇറങ്ങി നടന്ന് ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഒത്തിരി ഈ സൺലൈറ്റ് കാരണം ഡാമേജ് ആവുന്ന പ്രോബ്ലം ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ മാറും. പിന്നെ ഇതൊരു കണ്ടീഷനിങ് പോലെ ആണ് കേട്ടോ. ഹിബിസ്കസ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഇനി ഷാമ്പു ചെയ്ത് കഴിഞ്ഞ് ഇനി ഒരു കണ്ടീഷൻ്റെ ആവശ്യം ഇല്ല. ബിക്കോസ് ഹിബിസ്കസ് ആസ് സച്ച് ഇറ്റ് ഇസ് എ കണ്ടീഷണർ കേട്ടോ. അതുപോലെ ഇതൊരു നാച്ചുറൽ കണ്ടീഷണറാണ് ഹിബിസ്കസ് എന്ന് പറയുന്നത്. നമ്മുടെ ഹെയറിനെ സ്മൂത്ത് ആക്കും, അതിനെ സോഫ്റ്റ് ആക്കും. അതുപോലെ നമുക്കൊരു മാനേജബിൾ ഒരു രീതിയിലുള്ള ഹെയർ പോലെ ആയിത്തീരും. പിന്നെ മെയിനായിട്ടും എല്ലാവരുടെയും പ്രശ്നം, ഇപ്പോൾ ഒരു 18 വയസ്സുള്ള കുട്ടി പോലും നമ്മുടെ അടുത്ത് നിന്ന് എണ്ണ വാങ്ങിയ പറയണ ആണ് അവർക്ക് നേരത്തെ നരയുണ്ടാണ്. കുട്ടികൾക്ക് മേ ബി നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, നമ്മുടെ വേ ഓഫ് ലിവിങ് ഒക്കെ കാരണമായിരിക്കും അങ്ങനെയൊക്കെ വരണേ. കുഞ്ഞു കുട്ടികളുടെ പോലും തലമുടി നരയ്ക്കണം. അപ്പോൾ ഫോർ ദാറ്റ് ദിസ് പ്രീമിച്യൂർ ഹെയർ വരുന്നവർക്ക്, ഗ്രേയിങ് വരുന്നവർക്ക് ഇത് യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂ ഒത്തിരി മാറ്റാൻ ഇത് സഹായിക്കും. ഡാൻഡ്രഫ് മെയിനായിട്ടും ഈ ചൂട് സമയത്ത് സ്വെറ്റ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നെല്ലാം, നമുക്ക് എല്ലാവർക്കും ഉണ്ട്, എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ സ്കാൽപ്പ് നല്ലോണം വാഷ് ചെയ്ത് നീറ്റായിട്ട് നമ്മൾ സൂക്ഷിക്കുവാണെങ്കിൽ അത് മാറും കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ഷാമ്പു, ആയുർവേദിക് ഷാമ്പു നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പിലുള്ള എല്ലാ ഇഷ്യൂസും മാറും. പിന്നെ ഇത് ഷൈനിങ് തരും. അതുപോലെ ഹെയർ റൂട്ട്സ് നല്ലോണം സ്ട്രെങ്തൻ ചെയ്യും. പിന്നെ എന്താണ് ഈ സ്പ്ലിറ്റൻസ്, അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, സ്പ്ലിറ്റൻസ് നല്ലോണം മാറ്റും. പിന്നെ ഈ ഷാമ്പു ഇട്ട് നമ്മൾ മുടി വാഷ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഓളിയത്തോടു കൂടി മുടി കിടക്കും കേട്ടോ. പിന്നെ ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന നീം പൗഡർ നമ്മൾ നീമിൻ്റെ ലീവ്സാണ് ഞാൻ അരച്ച് ചേർത്തിരിക്കുന്നത്. അതായത് നമ്മുടെ വേപ്പല എന്നാണ് പറയണേ, വേപ്പലയുടെ ഇത്. അത് മെയിനായിട്ട് നമ്മുടെ ഡാൻഡ്രഫ് മാറാൻ നമ്മളെ സഹായിക്കും. എത്ര നാളായിട്ട് ഡാൻഡ്രഫുള്ള ഇഷ്യൂ ഉള്ളവരും ഈ ഷാമ്പു തേക്കുമ്പോൾ നിങ്ങളുടെ ഡാൻഡ്രഫ് മാറും. നമ്മുടെ സ്കാൽപ്പ് ഇച്ചിങ് ആയിട്ടുള്ള അതൊക്കെ മാറും. ഈ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യും. എന്തൊക്കെ പ്രോബ്ലം നിങ്ങളുടെ സ്കാൽപ്പിലുണ്ടോ, ഇൻഫെക്ഷൻസ് ഉണ്ടോ, ഡാമേജ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടോ, അതെല്ലാം ഈ നീം ഇതിനകത്ത് ചേർത്തിരിക്കുന്നുണ്ട്. അതൊക്കെ മാറും സ്കാൽപ്പിൻ്റെ കണ്ടീഷൻ. പിന്നെ നമുക്കറിയാം, നമ്മൾ ഓയിൽ തേച്ച് കഴിഞ്ഞ് ഓയിൽ വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഡ്രൈനെസ് പോലെ വരും. അത് ഇതിൽ വരത്തില്ല. കാര്യം ഇതിനകത്ത് കണ്ടീഷനിങ് പോലെ എല്ലാം
ഹെർബ്സാണ്, ഹിബിസ്കസും ഒക്കെ ചേർത്തിരിക്കുന്നുണ്ട്. പിന്നെ ഇത് നല്ല ഷൈനിങ് തരും, സോഫ്റ്റ്നെസ് തരും, കണ്ടീഷനിങ് ഉണ്ട്. സ്പ്ലിറ്റിംഗ് എൻഡ്സിനും ഈ നീം പൗഡർ നല്ലതാണ്. പിന്നെ നമ്മുടെ റോസ്മേരി, ഇപ്പം ഉള്ള ആൾക്കാരോട് റോസ്മേരിയെക്കുറിച്ച് പറയേണ്ട ആവശ്യമേ ഇല്ല. എല്ലാവർക്കും റോസ്മേരിയെക്കുറിച്ച് നല്ലോണം അറിയാം അല്ലേ. എല്ലാവരും റോസ്മേരിയുടെ എന്താ പറയുക, അതിൻ്റെ ജ്യൂസൊക്കെ എടുത്ത് എക്സ്ട്രാ എന്താ പറയുക, സ്പ്രേ പോലെ എടുത്ത് ഹെയർ സിറം പോലൊക്കെ യൂസ് ചെയ്യുന്നവരാണ് എല്ലാവരും. അപ്പോൾ റോസ്മേരിയുടെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. നമ്മുടെ ഹെയർ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യും, ഹെയർ ലോസ് കുറയ്ക്കും, പ്രീമച്യൂർ ഗ്രേയിങ് കുറയ്ക്കും, അതുപോലെ നമ്മുടെ സ്കാൽപ്പിൻ്റെ ഹെൽത്ത് സഹായിക്കും. പിന്നെ നമ്മുടെ ഹെയർ നല്ല സ്ട്രെങ്തൻ ചെയ്യും. അതും ഇതുപോലെ ഷൈനി തരും, നല്ല മുടി നല്ല സോഫ്റ്റൻ ആക്കി തീരും. പിന്നെ റോസ്മേരിയുടെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഹെൽത്തി അല്ലാത്ത ഹെയർ ഉണ്ടല്ലോ, നമുക്ക് ചില ഹെയർ കണ്ടിട്ടില്ല, ഒട്ടും ഹെൽത്തി അല്ല, ഇങ്ങനെ റഫായിട്ടിരിക്കും, ഒരു ഹെൽത്തി ലുക്കില്ല. അങ്ങനെയുള്ള മുടികൾക്ക് ഈ റോസ്മേരി ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അത് നല്ല തിക്കൻ ചെയ്യാനായിട്ട് റോസ്മേരി സഹായിക്കും. അതുപോലെ നല്ലൊരു ഫ്രാഗ്രൻസ് തരും. നമുക്കറിയാം ഈ റോസ്മേരി ഓയിൽ മെയിനായിട്ട് ആൾക്കാർ ഉപയോഗിക്കണേ ഒത്തിരി ക്ഷീണമായിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് തളർന്ന് വരുമ്പോഴത്തേക്കും ഈ റോസ്മേരിയുടെ ഓയിൽ തേച്ചാൽ നല്ല സ്കാൽപ്പിലൊക്കെ ഒരു നല്ല ഫ്രഷ്നെസ് തരും, ബ്ലഡ് സർക്കുലേഷൻ ഫാസ്റ്റ് ആക്കും അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് റോസ്മേരി ഭയങ്കര നമ്മുടെ ലൈഫിൽ നമ്മുടെ ഹെയറിന് പ്രത്യേകിച്ചും ഏറ്റവും നല്ലൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ ഭൃംഗരാജ് കൈതോന്നിയെക്കുറിച്ച് ആർക്കും, നമ്മുടെ എണ്ണയ്ക്കകത്ത് നമ്മുടെ കൈതോന്നി ചേർത്തിട്ടുണ്ട്. അതിനകത്തും ഹെയർ ഗ്രോത്ത് തരും, പ്രീമച്യൂർ ഗ്രേയിങ് സഹായിക്കും, സ്കാൽപ്പിനെ നറിഷ് ചെയ്യും, നമ്മുടെ ഹെയറിനൊരു കണ്ടീഷൻ കൊടുക്കും, നമ്മുടെ ഹെയർ ഷാഫ്റ്റ്സിനൊക്കെ നല്ലൊരു സ്ട്രെങ്ത് കൊടുക്കും. അതുപോലെ സ്കാൽപ്പിലുള്ള ഇൻഫ്ലമേഷൻ മാറ്റും. പിന്നെ ഡാമേജ്ഡ് ഹെയർ ആയിട്ടുള്ള ആ ഹെയറിലേക്ക് ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ ആ ഡാമേജ്ഡ് ആയിട്ടുള്ള അതെല്ലാം മാറി ഒരു നല്ലൊരു ഷൈനിങ് തരും മുടിക്ക് കേട്ടോ. പിന്നെ നമ്മുടെ റോസ്മേരിയുടെ കാര്യം ഞാൻ പറഞ്ഞു. റോസ്മേരി നമ്മുടെ ഹെയർ ലോസ് ചെയ്യും, ഡാൻഡ്രഫ് മാറ്റും, ഇച്ചിനെസ് മാറ്റും, ഹെയർ തിക്കൻ ചെയ്യും. അതുപോലെ മെയിനായിട്ടും റോസ്മേരിയുടെ കാര്യം നോക്കിയപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇത് റോസ്മേരിയുടെ ഓയിൽ യൂസ് ചെയ്യാറുണ്ട്, മീൻസ് അതിൻ്റെ എസെൻഷ്യൽ ഓയിൽ. കാരണം ഉറക്കത്തിൻ്റെ ഇഷ്യൂ എനിക്കുണ്ടായിരുന്നു. അപ്പം പിന്നെ നമ്മുടെ എന്താ പറയുക, ഓർമ്മയുടെ പ്രശ്നങ്ങളൊക്കെ വരുമ്പം ഈ റോസ്മേരി ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. നമ്മുടെ മെമ്മറി ബൂസ്റ്റ് ചെയ്യും, നമ്മുടെ കോൺസെൻട്രേഷൻ ബൂസ്റ്റ് ചെയ്യും. അതുപോലെ എന്താ പറയുക, നമ്മുടെ ഇപ്പോൾ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥയിലൊക്കെ റോസ്മേരി നല്ല സ്റ്റിമുലേഷൻ തരും സ്കാൽപ്പിൽ നമ്മൾ തേക്കുമ്പം. അപ്പോൾ അതിന് നല്ലൊരു മണവുമാണ്. ആ മണം ശരിക്കും നമ്മുടെ മൈൻഡിനെ നല്ലതായിട്ട് റിഫ്രഷ് ചെയ്യുന്ന ഒരു മണമാണ് റോസ്മേരി. ഞങ്ങളുടെ വീട്ടിൽ ഇത് നട്ടിട്ടുണ്ട്. ഇവിടെ ആ പ്ലാന്റ് ഉണ്ട്. അതിൽ നിന്ന് എടുത്താണ് ഞാൻ നിങ്ങൾക്ക് എണ്ണ ഉണ്ടാക്കണേ, ഇപ്പോൾ ഈ ഷാമ്പു ഉണ്ടാക്കണൊക്കെ അങ്ങനെയാണ്. പിന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ റോസ്മേരി ടീ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് എന്താ പറയുക, നമ്മുടെ ഉള്ളിലേക്ക് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ പിന്നെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഏലാതി തൈലം. എത്ര പേർ ഏലാതി താളിയെ മീൻസ് ഏലാതി താളിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഈ ഏലാതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പണ്ട് നാട്ടിൽ ഞങ്ങളെ വെക്കേഷൻ സമയത്ത് തന്നെ ഞങ്ങളുടെ പേരൻസ് നാട്ടിൽ കൊണ്ടാക്കും. അപ്പോൾ ഞങ്ങൾ ആറ്റിലാണ് കുളിക്കാൻ പോകണേ. അന്ന് കുഞ്ഞു കുട്ടികളാണ്. ഞങ്ങളിങ്ങനെ അടുത്ത വീട്ടിൽ ജോയിൻറ്റ് ഫാമിലി ആണല്ലോ, മീൻസ് എല്ലാവരും നാട്ടിൽ വരുന്ന ഒരു സമയമുണ്ടല്ലോ, ഓണം വെക്കേഷൻ, ക്രിസ്മസ് വെക്കേഷൻ. അപ്പോഴൊക്കെ ഞങ്ങൾ നാട്ടിൽ കൊണ്ടാക്കുമ്പോൾ ഞങ്ങൾ ആറ്റിലാണ് കുളിക്കാൻ പോകണേ. പണ്ടത്തെ ഞങ്ങളുടെ തറവാട്ടിലൊക്കെ ആണെങ്കിൽ കുളിസ്ഥലവും ബാത്റൂമും ഒക്കെ പുറത്തായിരിക്കും. അപ്പം എന്താ പറയുക, നമ്മുടെ ഈ വീടിനോട് ചേർന്നല്ല, അത് പഴയ സിസ്റ്റമാണ്. ഇപ്പം അങ്ങനെ അല്ലല്ലോ. അപ്പം നമ്മളെല്ലാവരും രാവിലെ എഴുന്നേറ്റ ഉടനെ ഞങ്ങളെ ആറ്റിൽ കൊണ്ടുപോകും. ഞങ്ങളുടെ അമ്മൂമ്മ അവിടെ കൊണ്ടുപോയി കുളിക്കും. ഞാനിത് പറയാൻ കാര്യം, ആ ആറ്റിൽ കുളിച്ചിട്ട് ആ ഒരു ഓർമ്മയാണ് എൻ്റെ ഉള്ളിലുള്ളത്. കുളിച്ച് കഴിഞ്ഞിട്ട് അവിടെ സൈഡിൽ ഇങ്ങനെ ഈ താളി, ഈ പലഞ്ഞ ഏലാതി താളി ഇങ്ങനെ പാറയുടെ പുറത്ത് ഇങ്ങനെ പടർന്ന് കിടക്കും. അതിൽ നിന്ന് ഇല പൊട്ടിച്ചിട്ടാണ് ഞങ്ങളുടെ തലമുടിയൊക്കെ, ഞങ്ങൾ എണ്ണ തേച്ചിട്ടായിരിക്കും ആറ്റിൽ കുളിക്കാൻ പോണേ. അത് കഴിഞ്ഞ് ഈ താളി വെച്ചിട്ടാണ് ഞങ്ങളുടെ മുടി അമ്മമ്മ കഴുകി തരുന്നത്. അതൊക്കെ ഞാൻ പെട്ടെന്ന് ഓർത്ത് നമ്മുടെ നൊസ്റ്റാൾജിക് മൊമെൻറ്റ്സ് എന്നൊക്കെ പറയത്തില്ല നമ്മുടെ ലൈഫിലെ. അപ്പോൾ ഇത് കുറേ കാര്യങ്ങൾ ചെയ്യും. അതിൻ്റെ
നീര് ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതിനകത്ത് സ്കാൽപ്പ് എന്താ പറയുക, ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഇതിനുണ്ട്. ഡാൻഡ്രഫ് ഹെൽപ്പ് ചെയ്യും, നമ്മുടെ ഹെയർ നറിഷ് ചെയ്യും, സ്കാൽപ്പിൻ്റെ സർക്കുലേഷൻ കാര്യം നമ്മൾ ആറ്റിലൊക്കെ തേച്ചൊക്കെ കുളിച്ചിട്ട് വരുമ്പോൾ നല്ല ഉറക്കം വരും, നല്ലതായിട്ട് ബ്ലഡ് സർക്കുലേഷനൊക്കെ തലയിൽ നല്ലോണം ഉണ്ടാവും, ഒരു ഫ്രഷ് ഫീലിംഗ് നമുക്കുണ്ടാവും, നല്ല ബ്രെയിനൊക്കെ നല്ല ഒരു സ്റ്റിമുലേഷൻ കൊടുക്കുന്ന ഒരു സാധനമാണിത്. പിന്നെ ഇത് ഹെയറിൻ്റെ ടെക്സ്ചർ നല്ലതാണ്, നല്ല ഷൈനിങ് തരും. പിന്നെ ഇത് നല്ലതായിട്ട് മുടി വളരാൻ സഹായിക്കുന്ന ഒരു സാധനമാണ്. ഇന്ന് ഇത് എത്ര പേര് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. നമ്മളൊക്കെ പണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളെല്ലാവരും കൈ കിട്ടുന്നത് ഈ ചെമ്പരത്തി പൂ, ചെമ്പരത്തി ഇലയൊക്കെ ആണല്ലോ. പക്ഷേ ഇത് നല്ല, പക്ഷേ ഇതിൻ്റെ നീര് ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ അതിന് നല്ലൊരു മണമുണ്ട്, നമ്മുടെ ഹെയറിന് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ കാര്യങ്ങളാണ്. അപ്പോൾ ചെമ്പരത്തി പൂവുണ്ട്, റോസ്മേരി ഉണ്ട്, കൈതോന്തിയുണ്ട്, അതുപോലെ ബ്രഹ്മി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതും ഓർമ്മശക്തിക്കൊക്കെ നല്ലതാണ്, നല്ല ഉറക്കം കിട്ടാനൊക്കെ സഹായിക്കും. കൈതോന്തി ചേർത്തിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഷാമ്പൂവിനകത്ത് ഞാൻ ചേർത്തേക്കണേ. അപ്പോൾ എന്താ പറയുക, നിങ്ങളുടെ മുടിക്ക് ഏറ്റവും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ന്യൂട്രിയൻസ് കൊടുക്കണ, അതായത് ഈ ഷാമ്പൂ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ കുറച്ചും കൂടെ നല്ല സ്ട്രോങ് ആയിട്ട് വളരാൻ സഹായിക്കും. നമ്മുടെ എണ്ണ അറിയാമല്ലോ, നമ്മുടെ 25 ഹെർബ്സ് ഇതെല്ലാം നമ്മുടെ എണ്ണയ്ക്കകത്ത് ചേർത്തിട്ടുണ്ടെങ്കിലും ആ എണ്ണ നമ്മൾ തേച്ച് ഹെർബൽ ഓയിൽ തേച്ച് കഴിഞ്ഞിട്ട് ഈ ഇന്ദു ഹെർബൽ ഷാമ്പു നിങ്ങൾ യൂസ് ചെയ്യുക. ഈ ഷാമ്പു നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കാരണം ഇത് ആയുർവേദിക് ഷാമ്പു ആണ്, ഇതിനകത്ത് ഒരു കെമിക്കലും അടങ്ങിയിട്ടില്ല. നിങ്ങൾക്ക് കുളി തലമുടി നല്ലോണം എണ്ണ തേച്ച്, ഞാൻ പറയാറുണ്ട്, എണ്ണ നിങ്ങൾ എടുത്ത് ഒരു 5 ml എടുക്കുക, നിങ്ങളുടെ മുടിയുടെ ലെങ്ത് അനുസരിച്ച് എടുക്കുക. നിങ്ങൾ ഒരു 15 to 20 minutes അത് മസാജ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴുകിക്കളയാം, അല്ലെങ്കിൽ 1-2 ദിവസം ആ എണ്ണ ഇട്ടേക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഹെർബൽ ഷാമ്പു വെച്ച് നിങ്ങൾ എന്താ പറയുക, മുടി നല്ലോണം വാഷ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ മുടി നല്ലതായിട്ട് വളരും, നല്ല സ്ട്രോങ് ആൻഡ് ഹെൽത്തി ഷൈനി ഹെയർ നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പം ഇത് ഓർഡർ ചെയ്യേണ്ടവർ ഓർഡർ ചെയ്തോളൂ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 200 ഞാൻ ഇടുന്നുള്ളൂ. 50 ഇടാമെന്ന് വിചാരിച്ചു, പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ഇത്രയ്ക്ക് മതി, എല്ലാവരും ഇത് വാങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം 200 rupees ഒരു ബോട്ടിലിൻ്റെ വില. ഓയിൽ വാങ്ങിക്കുന്നവർക്ക് ഞാനൊരു ഡിസ്കൗണ്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പം ഓയിലിനോടൊപ്പം വാങ്ങിക്കുന്നവർക്ക് ഒരു ഡിസ്കൗണ്ട് ഉണ്ടാവും. ഇത് ഓർഡർ ചെയ്യുന്നവർക്ക് വേഗം നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. ഞാൻ ഷാമ്പു റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒക്കെ നിങ്ങൾക്ക് ഒരുമിച്ച് വേണമെങ്കിൽ വാങ്ങിക്കാം, എണ്ണയുടെ കൂടെ വേണമെങ്കിൽ വാങ്ങിക്കാം, സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാം. 200 ആയിരിക്കും ഈ ഷാമ്പൂവിൻ്റെ റേറ്റ്, പ്ലസ് 50 കൊറിയർ ചാർജ്. കേരളത്തിന് പുറത്ത് കൊറിയർ ചാർജ് 100 rupees ആയിരിക്കും. ഓക്കെ, പിന്നെ മാഡത്തിൻ്റെ നിങ്ങൾ വീഡിയോ കേട്ട് കാണുമല്ലോ, അവിടെ കുറച്ച് മോട്ടറൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് മാഡത്തിന് ഇനിയിപ്പോൾ ഇന്ന് വൈകിട്ടൊക്കെ ആകുമ്പോൾ മാഡം ആ വീഡിയോ ഇടും, നാച്ചുറൽ ഡൈഡ്. അത് കഴിഞ്ഞിട്ട് എത്ര പേരാണോ ഓർഡർ ചെയ്യുന്നത്, ഫസ്റ്റ് 20 ആൾക്കാർക്ക് ഞാൻ ഉണ്ടാക്കി തരും കേട്ടോ. ബൾക്കായിട്ടൊരിക്കൽ ഞാൻ പറഞ്ഞല്ലോ, ഉണ്ടാക്കി വെക്കാൻ പറ്റത്തില്ല, നമുക്ക് ഫ്രിഡ്ജിൽ അത്രയും സൗകര്യമില്ല. അപ്പം ഫസ്റ്റ് 20 ആൾക്കാർക്ക് ഞാൻ ഉണ്ടാക്കി നിങ്ങളത് കയ്യിൽ കിട്ടിയ ഉടനെ, ആ ബോട്ടിൽ കിട്ടിയാൽ ഉടനെ നിങ്ങളത് നേരെ ഫ്രിഡ്ജിൽ വെക്കുക. ഫോർ 1 month നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് അത് യൂസ് ചെയ്യാം. 1 month നിങ്ങൾ മന്തിൽ 2 പ്രാവശ്യവും 3 പ്രാവശ്യമൊക്കെ എന്തായാലും നാച്ചുറൽ ഡൈ തേക്കണമല്ലോ. കെമിക്കൽ ഡൈ തേച്ചവർക്ക് റിസൾട്ട് ഇച്ചിരി ലേറ്റായിരിക്കും. കാരണം ഓൾറെഡി നിങ്ങളുടെ കെമിക്കൽ നിങ്ങളുടെ ഹെയറിൽ ഇരിക്കുവാണത്. ഫോളിക്കിൾസ് സെൽസ് ഹെയറിൻ്റെ എന്താ പറയുക, ഫസ്റ്റ് ലെയർ കോട്ടിങ് അത് ഉണ്ടാവും. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2-3 പ്രാവശ്യം തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ കെമിക്കൽ യൂസ് ചെയ്യരുത്. കെമിക്കൽ യൂസ് ചെയ്താൽ നമ്മൾ ഈ നാച്ചുറൽ ഡൈയുടെ എഫക്റ്റ് അവിടെ വരത്തില്ല. ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖായിരിക്കണോ? ഇനിയിപ്പം നിങ്ങൾ ഓർഡർ ഇട്ടോളൂ, ഞാൻ വേഗം അയച്ചു തരാം. ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല, ആരും ഇനി അത് ചോദിക്കരുത്. അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ ഞാൻ ഇട്ട് തരാം. ഗൂഗിൾ പേയും ഫോൺ പേയും മാക്സിമം നിങ്ങൾ ചെയ്യുക. ഇന്നത്തെ കാലത്ത് ഫോൺ പേയും ഗൂഗിൾ പേ ഇല്ലാത്ത ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പം അടിപൊളി ഷാമ്പു റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ വേഗം വാങ്ങുക. എല്ലാവർക്കും ഫ്രണ്ട്സിന് വേണമെങ്കിൽ ഗിഫ്റ്റായിട്ട് കൊടുക്കാം.
കെമിക്കൽ ഉപയോഗിച്ച് നിങ്ങളുടെ മുടി നശിപ്പിക്കരുത്. ആയുർവേദ ഷാമ്പു യൂസ് ചെയ്യുക. ഇൻഡൂസ് ഹെർബൽ ഓയിൽ യൂസ് ചെയ്യുന്നവരെല്ലാം ഇന്ദുവിൻ്റെ ഷാമ്പു യൂസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇറക്കിയതാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവരും സന്തോഷമായിട്ടും ആരോഗ്യമായിട്ടും എന്താ പറയുക, നല്ലൊരു പോസിറ്റീവ് മൈൻഡോടുകൂടി ഇരിക്കുക. ഓക്കെ, ഈ പ്രോഡക്റ്റ്സൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ഹെൽത്ത് സൂക്ഷിക്കുക, മുടി സൂക്ഷിക്കുക, സ്കിന്ന് സൂക്ഷിക്കുക. ഒത്തിരി പേര് എനിക്ക് കമൻ്റ് ഇട്ടായിരുന്നു, ക്രീം നല്ലതാണ് ചേച്ചി, നല്ലതായിട്ടുണ്ട്. ഓക്കെ, അതിനെല്ലാം നന്ദി. നിങ്ങൾ നമ്മുടെ ബിസിനസ് അക്കൗണ്ടിൽ വന്ന് അത് ഫീഡ്ബാക്ക് ഇട്ടാൽ ബാക്കിയുള്ളവർക്ക് അതൊരു എൻകറേജ്മെൻ്റ് ആവും. ഒത്തിരി ഡൗട്ട്സൊക്കെ ഉള്ളവർക്ക് അതൊരു എൻകറേജ്മെൻ്റ് ആവും. ഓക്കെ, നിങ്ങളുടെ ആ ഫീഡ്ബാക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആവും. ഓക്കെ, അപ്പം നമുക്ക് ഇനി നമ്മുടെ മാഡത്തിൻ്റെ വീഡിയോ ആയിരിക്കും വരുന്നത്, നാച്ചുറൽ ഡേയെക്കുറിച്ചുള്ളത്. അതെല്ലാവരും കാണുക, കണ്ടിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യുക. ഓക്കെ, മേ ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ.